ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രവിതരം ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി കൊണ്ട് പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് അരമണിക്കൂറിന് മുന്നേ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് ചോറ്, അരക്കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആയിട്ടത്. നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതൊരു അരമണിക്കൂർ മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഒരുപാട് നേരമൊന്നും ഇരിക്കേണ്ട, അരമണിക്കൂർ ആകുമ്പോഴത്തേനും അത് പൊങ്ങി വന്നോളും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു അപ്പച്ചട്ടി സ്റ്റൗവിലെടുത്ത് വെച്ചിട്ട് ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്ക് നല്ല അടിപൊളി അപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അപ്പച്ചട്ടിയിൽ ഒഴിച്ച് നിങ്ങൾക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു 10 അപ്പത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനൊരു അപ്പത്തിൻ്റെ മുകളിലൊക്കെ ഒരു മുട്ടയപ്പം കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊരു അടിപൊളി മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അപ്പം എല്ലാം ഇവിടെ റെഡിയാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മുട്ടക്കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ എല്ലാം വളരെ അടിപൊളി കോമ്പിനേഷനാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.